2018 ആ വർഷം മലയാളികൾ ഒരിക്കലും മറക്കില്ല. ഒരുപാട് ജീവനുകളും വീടുകളും സ്വപ്നങ്ങളും വെള്ളത്തിൽ ഒഴുകിപ്പോയ വർഷം. ഇന്ന് വീണ്ടും അതേ ചോദ്യം ഉയരുകയാണ്. കേരളം മറ്റൊരു വലിയ ദുരന്തത്തിലേക്കാണോ നീങ്ങുന്നത്? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പെയ്യുന്ന അതിശക്തമായ മഴ കേരളത്തിന്റെ പല ഭാഗങ്ങളെയും വീണ്ടും ആശങ്കയുടെ നിഴലിലാഴ്ത്തിയിരിക്കുകയാണ്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഉയരുന്നു. നദികൾ കരകവിഞ്ഞൊഴുകുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങി. നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് മറ്റൊരു കാര്യമാണ്. ഇടുക്കി ഡാം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മൂന്നാർ ഉൾപ്പെടെയുള്ള ഹൈറേഞ്ച് മേഖലകളിൽ മഴ ശക്തമായി തുടരുകയാണ്. പശ്ചിമഘട്ട മലനിരകളിൽ പെയ്യുന്ന ഓരോ തുള്ളി മഴയും ഒടുവിൽ എത്തിച്ചേരുന്നത് ഈ ജലാശയങ്ങളിലേക്കാണ്. ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു ചോദ്യം: ഡാമുകളിലെ ജലനിരപ്പ് ഇനിയും ഉയരുമോ? കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടാകുമോ? മലയോര മേഖലകളിൽ വീണ്ടും വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമോ? ഇതിന് ഇപ്പോഴും ആരും ഉറപ്പായ മറുപടി പറയുന്നില്ല. എന്നാൽ അധികൃതർ അതീവ ജാഗ്രതയിലാണ്. ഇപ്പോൾ വരെ പുറത്തുവന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഇടുക്കി അണക്കെട്ട് സുരക്ഷിതമാണെങ്കിലും അതിലേക്കുള്ള ജലപ്രവാഹം നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആശങ്കപ്പെടുന്നത് സ്വാഭാവികമാണ്. കാരണം 2018 ഓർമ്മകൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. അതേസമയം മഴയുടെ സ്വഭാവവും ഇന്നും പഴയതുപോലെയല്ല. മുമ്പ് മണിക്കൂറുകളോളം ഛിന്നം ഭിന്നമായി പെയ്തിരുന്ന മഴയ്ക്ക് പകരം ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അതിതീവ്ര മഴയാണ് ലഭിക്കുന്നത്. കാലാവസ്ഥ വിദഗ്ധർ ഇതിനെ ചെറിയ തോതിലുള്ള ക്ലൗഡ് ബർസ്റ്റ് പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്നു. ഇത്തരം മഴ പെയ്യുമ്പോൾ ഭൂമിക്ക് വെള്ളം ആഗിരണം ചെയ്യാൻ സമയം ലഭിക്കുന്നില്ല. വെള്ളം മുഴുവൻ അതിവേഗം തോടുകളിലേക്കും പുഴകളിലേക്കും ഒഴുകുന്നു. അതാണ് നദിയുടെ ജലനിരപ്പ് വളരെ വേഗത്തിൽ ഉയരാനും മണ്ണിടിച്ചിലുകൾക്കും ഉരുൾപൊട്ടലുകൾക്കും വഴിയൊരുക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, വയനാട് തുടങ്ങിയ ജില്ലകളിൽ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത്? ഡാമുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? മഴ ഇനിയും ശക്തമാകുമോ? ഈ വീഡിയോയിൽ അതെല്ലാം വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ ഉടനീളം പെയ്യുന്ന മഴ സാധാരണ കാലവർഷമല്ല. പല ജില്ലകളിലും മണിക്കൂറുകൾക്കുള്ളിൽ മാസങ്ങളോളം ലഭിക്കേണ്ട മഴയാണ് പെയ്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആശങ്ക ഉയർത്തുന്നത് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളാണ്. പശ്ചിമഘട്ട മലനിരകളിൽ തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം മണ്ണ് പൂർണ്ണമായും ജലസാന്ദ്രതമാകുകയും ചെറിയൊരു ചലനം പോലും മണ്ണിടിച്ചിലിലേക്കോ ഉരുൾപൊട്ടലിലേക്കോ നയിക്കുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില കുടുംബങ്ങൾക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. പല സ്ഥലങ്ങളിലും റോഡുകൾ തകർന്നതിനാൽ മണിക്കൂറുകളോളം ഗതാഗതം പൂർണ്ണമായി നിലച്ച അവസ്ഥയുണ്ടായി. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, ഈരാറ്റുപേട്ട, എരുമേലി, വാഗമൺ മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കിയിലെ നിരവധി മലയോര റോഡുകളിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്ര അപകടകരമായി തുടരുകയാണ്. പത്തനംതിട്ട പമ്പ നദിയുടെ ജലനിരപ്പ് ഉയർന്നതോടെ റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കേരളത്തിലെ മിക്ക പ്രധാന നദികളും ഇന്ന് കരകവിഞ്ഞൊഴുകിയാണ്. പമ്പ, മീനച്ചിലാർ, മണിയാർ, മണിമലയാർ, അച്ചൻകോവിലാർ, മൂവാറ്റുപുഴയാർ, കല്ലടയാർ, തൊടുപുഴയാർ തുടങ്ങിയ നിരവധി നദികളിലെ ജലനിരപ്പ് മണിക്കൂറുകൾക്കുള്ളിൽ വലിയ തോതിൽ ഉയരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയതോടെ നൂറുകണക്കിന് കുടുംബം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. സംസ്ഥാനത്താകെ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വീടുകളും കൃഷിയിടങ്ങളും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോഴും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രധാന അണക്കെട്ടുകളിലേക്കാണ്. കല്ലാർകുട്ടി, കല്ലാർ, പാമ്പള, മലങ്കര തുടങ്ങിയ ഡാമുകളുടെ ഷട്ടറുകൾ നിരന്തരമായി തുറന്ന് വെള്ളം ഒഴുക്കിവിടുകയാണ്. ഇത് സാധാരണ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരുടെയും കണ്ണ് ഇപ്പോഴും ഇടുക്കി അണക്കെട്ടിലേക്കാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി ഡാമിന് നിലവിൽ സുരക്ഷിതമാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അതിലേക്കുള്ള നീരൊഴുക്ക് ഓരോ മണിക്കൂറിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാർ ഉൾപ്പെടെയുള്ള ഹൈറേഞ്ച് മേഖലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിലേക്കുള്ള ജലപ്രവാഹത്തിൽ വരുന്ന ഓരോ മാറ്റവും വലിയ പ്രാധാന്യത്തോടെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലവിധ അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുകയും ജില്ലാ ഭരണകൂടം, ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യേണ്ടത് ഈ സമയത്ത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്: ഇത്തവണത്തെ മഴ എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായത്? എന്തുകൊണ്ടാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഭൂപ്രകൃതി തന്നെ മാറിമറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഒരു കാലത്ത് കേരളത്തിലെ മഴ എന്നത് മണിക്കൂറുകളോളം ശാന്തമായി പെയ്തിരുന്ന ചാറ്റൽ മഴയായിരുന്നു. കർക്കിടക മാസത്തിലും രാവും പകലും ഇടവിട്ട് പെയ്യുന്ന മഴ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നില്ല, പകരം ആകാശം ഒരേ സമയം തുറന്നു വീഴുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. കാലാവസ്ഥ വിദഗ്ധർ പറയുന്നത് ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവുമാണ് ഇതിന് പ്രധാന കാരണമെന്നാണ്.
ചൂട് വർദ്ധിക്കുന്നതോടെ അന്തരീക്ഷത്തിൽ കൂടുതൽ ജലവാംശം സംഭരിക്കാൻ കഴിയുന്നു. പിന്നീട് അനുയോജ്യമായ സാഹചര്യത്തിൽ ആ ബാഷ്പം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതീവ മഴയായി ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇതിനെ പലപ്പോഴും ലോക്കലൈഡ് എക്സ്ട്രീം റെയിൻഫോൾ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ക്ലൗഡ് ബർസ്റ്റ് സ്വഭാവമുള്ള മഴയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം മഴയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ സമയം ലഭിക്കുന്നില്ല. പകരം അത് വലിയ വേഗത്തിൽ കുന്നിൻ ചെരുവുകളിലൂടെ ഒഴുകി തോടുകളിലേക്കും പുഴകളിലേക്കും എത്തും. അതിൻ്റെ ഫലമായാണ് മണിക്കൂറുകൾക്കുള്ളിൽ നദികൾ കരകവിഞ്ഞൊഴുകുന്നതും മലഞ്ചെരുവുകൾ തകരുന്നതും. ഇത്തവണയും അതുതന്നെയാണ് പല പ്രദേശങ്ങളിലും കണ്ടത്. വടശ്ശേരിക്കര, വാഗമൺ, പൂഞ്ഞാർ, റാന്നി, ഈരാറ്റുപേട്ട, എരുമേലി, മേപ്പാടി തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തി. ഇത്രയും വലിയ അളവിൽ മഴ മണിക്കൂറുകൾക്കുള്ളിൽ ലഭിക്കുമ്പോൾ പ്രകൃതിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് റോഡുകൾ തകരുന്നത്, പാലങ്ങൾ വെള്ളത്തിനടിയിലാകുന്നത്, വാഹനങ്ങൾ ഒഴുക്കിൽപ്പെടുന്നത്, വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നത്.